എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിലോപ്പി പൊളിക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. ഇവിടെ എല്ലാവരും കരിമീനല്ലേ പൊളിക്കുന്നത്, അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമുക്ക് സിലോപ്പിയ പൊളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓളിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതിനായി എടുത്തിരിക്കുന്ന സാധനങ്ങളാണ് ഇത്രയും. അപ്പോൾ മീനെല്ലാം വെട്ടി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയുണ്ട്. കുരുമുളകിനാണ് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണോളം ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, അത് ഞാൻ നല്ലവണ്ണം ചതച്ചെടുത്തിട്ടുണ്ട്. അതും പിന്നെ നമുക്ക് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക ഈ മസാലയൊന്ന് യോജിപ്പിക്കാനും വേണ്ടി. അതിന് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. ഒരു നല്ല മീൻ നല്ല പുളിരസമൊക്കെ കിടക്കിട്ട് അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി നല്ലവണ്ണം ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മീനെല്ലാം തേച്ച് കൊടുക്കാം നല്ലവണ്ണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 സിലോപ്പിയാണ്. ഒരു അത്ര വലിപ്പമുള്ളതല്ല, എന്നാലും ആവറേജ് ചെയ്തോളായിട്ടുള്ള 4 സിലോപ്പിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളും പുറവും എല്ലാം നമുക്കൊന്ന് എല്ലാം മസാലയെല്ലാം തേച്ച് പിടിപ്പിക്കാം നല്ലവണ്ണം. അകവും പുറവും എല്ലാം നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാം. നല്ലവണ്ണം തേച്ച് എല്ലാം പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 1 മണിക്കൂറോളം ഫ്രിഡ്ജ് വയ്ക്കാം. ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല എല്ലാം അതിലൊന്ന് പിടിച്ചിരിക്കുകയും ചെയ്യും. എല്ലാം നല്ല ടേസ്റ്റും ആയിരിക്കും. മസാലയെല്ലാം കൂടെ അതിനകത്തുള്ള ഉള്ളിലൊക്കെ തേച്ച് 1 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റും ഇതുമായിരിക്കും. ഞാനെല്ലാം മസാലയെല്ലാം പുരട്ടി ഇട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വറക്കാനായിട്ട് ഞാൻ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം അങ്ങ് മൊരിയാതെ ഇരിക്കല്ല, എന്നാൽ ഒട്ടും മൊരിയുകയും വേണം. അങ്ങനത്തെ ഒരു വേണം എടുക്കാനായിട്ട് നമുക്ക്. അപ്പോൾ ഇതിനകത്ത് 2 മീൻ വെച്ച് എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ 2 വട്ടമായിട്ടാണ് ഞാൻ വറുത്ത് കോരി എടുക്കുന്നത്. നല്ലവണ്ണം അതിനകത്ത് ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ച് നല്ലവണ്ണം കിടന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് മീൻ മുരിങ്ങിയിട്ടുണ്ട്, ഒരു സൈഡ് മുരിങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പൊടിയാണ്ട് എടുക്കണമല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ 4 മീനും വറുത്തെടുത്തിട്ടുണ്ട്. മീനെല്ലാം കോരി നമുക്ക് ഈ എണ്ണ തന്നെ ഉപയോഗിക്കാവേ. ഈ വറുത്ത എണ്ണ തന്നെയാണ്, ഞാൻ വേറെ ഒരു പാനാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ വറുത്ത എണ്ണയുണ്ടല്ലോ അതും പിന്നെ അല്ലാത്ത കുറച്ച് എണ്ണയും കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 8 അല്ലിയോളം ഞാൻ വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി, അത് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പച്ചമുളകും റൗണ്ടിലരിഞ്ഞാണ് ഒരു 4 പച്ചമുളകോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം എരിവുള്ളതാണ്. ഇതെല്ലാം ഇട്ട് നമുക്കിങ്ങനെ നല്ലവണ്ണം ഒന്ന് വഴറ്റാം. അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും കൊച്ചുള്ളി ഞാനൊരു 25 കൊച്ചുള്ളിയോളം വലിപ്പം ഇച്ചിരി ഉള്ള കൊച്ചുള്ളി, 25 കൊച്ചുള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളിയാ ടേസ്റ്റ് സവാളയൊക്കെയായാലും. അതും ഇട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. സവാളയാകുമ്പോൾ നമുക്കൊരുമാതിരി മധുരം വരത്തില്ല, കൊച്ചുള്ളി ആകുമ്പം അത്ര ഇതും വരത്തില്ല, നല്ല രുചിയുമാണ്. കൊച്ചുള്ളിക്കാണല്ലോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമുക്ക് അതും ഇട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഫ്രൈയുടെ ഇതാകുമ്പോൾ നമ്മൾ അടിക്കൊന്നും പിടിക്കത്തില്ല, ഇങ്ങനെ നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. വഴറ്റി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയോട് ചേർക്കുക. ഉപ്പുപൊടിയോട് ചേർക്കാൻ പെട്ടെന്ന് ഇതൊന്ന് വഴന്ന് കിട്ടുമല്ലോ, അങ്ങനെ ഞാൻ ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക.
എല്ലാം കൂടെ കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു ബ്രൗൺ നിറമാകുന്ന വരെ ഇങ്ങനെ ഇളക്കാം, വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരുമാതിരി ഇതായിട്ടുണ്ട്, നല്ലവണ്ണം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി, ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 2 വലിയ തക്കാളി, അത് നല്ലവണ്ണം പുളിയുള്ള തക്കാളിയാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് അതുകൂടി ഇട്ടതിന് ശേഷം നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. അത് നല്ലവണ്ണം ഇതും എല്ലാം കൂടെ അങ്ങ് മിക്സായി വഴന്ന് വരട്ടെ. നല്ലവണ്ണം നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോഴത്തേന്ന് നല്ലവണ്ണം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഇവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതിന് പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ലവണ്ണം ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് കരിയാതെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കൊരു 1/2 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 1/2 കപ്പോളം ആ മസാല എല്ലാം കൂടെ ഒന്ന് പിടിച്ച് ഇതാകട്ടെ. എല്ലാം കൂടെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഇരുന്ന്, അപ്പോൾ ഈ മസാല എല്ലാം കൂടെ അടപ്പയിലിരുന്നൊന്ന് കുറുകി ഒരു വറ്റി നല്ല അത് മീനെ പിടിപ്പിക്കത്തക്ക രീതിയിലാക്കാനായിട്ടുള്ള ഇതായിട്ടുണ്ട്. കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയെല്ലാം നല്ല വറ്റി ഇതായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ വാഴയില ഇവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മസാല കുറച്ച് 1.5 സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇലയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, അതങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് കൂടി നമ്മൾ കുറച്ച് മസാല കൂടി ഇട്ട് കൊടുക്കാം. മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടത്തക്ക രീതിയിൽ എല്ലാം തേച്ചതിന് ശേഷം നമുക്കിത് എല്ലാം വാഴയില നമുക്ക് കറിവേപ്പിലയും കൂടെ വെച്ചതിന് ശേഷം വാഴയില നമുക്ക് പൊതിയാം. വാഴയുടെ വള്ളിയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം പൊതിയാം നമുക്കിത്. എല്ലാം 2 സൈഡും എല്ലാം കറക്റ്റായിട്ട് പൊതിഞ്ഞതിന് ശേഷം 2 സൈഡ് ഞാൻ വാഴയുടെ വാഴനാര് കൊണ്ട് 2 സൈഡ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്രൈയുടെ പാൻ, അതായത് മീൻ വറുത്ത പാനിൽ തന്നെയാണ് വെച്ചത്. അതിൽ എണ്ണയുടെ ഇതൊക്കെ ഉണ്ട്, കുറച്ച് എണ്ണയുണ്ട്. അതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിച്ചില്ല, അതിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം തിരിച്ചിട്ടതിന് ശേഷമാണ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തത്. തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് എടുക്കാം. ഞാൻ അടച്ചുകൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ആ വാഴയിലയുടെ ഫ്ലേവറും എല്ലാം കൂടെ. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെടുക്കാവേ. നല്ലവണ്ണം ആ അടച്ചു വെച്ചുകൊണ്ട് നല്ല മണവും ആ വാഴയിലക്കകത്തൊരു 10-20 മിനിറ്റോളം ഇരുന്ന് ഞാൻ തിരിച്ച് മറിച്ച് വിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ച് നോക്കാവേ. എല്ലാം മീനിൻ്റെ ആ ഇതൊക്കെ പിടിച്ച് നല്ല മണമുണ്ട്. നല്ല ഇത് നമ്മുടെ കരിമീൻ പൊള്ളിക്കുന്ന പോലത്തെ ഒരു മണവും കാര്യങ്ങളൊക്കെ. നമ്മുടെ വാഴയിലയെല്ലാം ഞാൻ പൊതി അഴിച്ചിട്ടുണ്ട്. ആ മസാലയും അതെല്ലാം പിടിച്ച് നല്ല മണവും വന്നിട്ടുണ്ട്. ഇതിൻ്റെ നല്ല ഫ്ലേവറും കാര്യം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കഴിച്ച് നോക്കി, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കരിമീൻ പൊള്ളിക്കുന്നത് പോലെ തന്നെ ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.